ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സ്ഥലത്തിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോയമ്പത്തൂരിൽ കുട്ടി തിരുപ്പതി എന്നറിയപ്പെടുന്ന പാലമലൈ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. എല്ലാ വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട് ഒരു വനത്തിനുള്ളിൽ പ്രകൃതിയോടിണങ്ങിച്ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ക്ഷേത്രമാണ് പാലമലൈ. 10-11 നൂറ്റാണ്ടുകളിൽ ചോള രാജാക്കന്മാരുടെ ഭരണകാലത്ത് പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലും ഈ ക്ഷേത്രത്തിന് ചുറ്റുപാടുമായും ധാരാളം കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നതായി കാണാൻ സാധിക്കും. അതിനൊരു ഐതിഹ്യം തന്നെയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം കാരയി മരങ്ങളുടെ വനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് കാരമടൈ എന്ന മറ്റൊരു പേരും കൂടിയുണ്ട്. കന്നുകാലി മേയ്ക്കൽ പ്രധാന തൊഴിലായി ചെയ്തിരുന്ന കൊട്ടരിയാർ എന്ന ഗോത്രവർഗമാണ് ഈ പ്രദേശത്ത് താമസിച്ചിരുന്നത്. ഒരു ദിവസം ഒരു ഇടയൻ തൻ്റെ എല്ലാ പശുക്കളും തനിക്ക് പാല് തരുന്നു. എന്നാൽ തൻ്റെ ഒരു പശു മാത്രം പാൽ ചുരത്താൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പശുക്കൾ കാട്ടിൽ മേയാൻ പോയപ്പോൾ ഈ ഇടയൻ അവയെ പിന്തുടരുകയും അവിടെ എത്തിയപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ആ ഒരു പശു മാത്രം മാറി മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ ഒരു മൺപുറ്റിനു മുകളിലേക്ക് തൻ്റെ പാൽ മുഴുവൻ ചുരത്തുന്നതായി കണ്ടു. അതിനുശേഷം ആ മൺപുറ്റ് പൊളിച്ചു മാറ്റിയപ്പോഴാണ് അതിനുള്ളിൽ ഒരു ശിലയും അതിൽ രക്തവും കാണുന്നത്. ആ ശിലയ്ക്ക് ദൈവികമായ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി വേദവ്യാസ ഭട്ടർ എന്ന പുരോഹിതൻ്റെ ആത്മീയ ഉപദേശമനുസരിച്ച് ഈ മൺകൂനയ്ക്ക് ചുറ്റും ക്ഷേത്രം നിർമ്മിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് പാലമലൈ എന്ന് പേര് വന്നതും ഈ ക്ഷേത്രം ഒരു സ്വയംഭൂ ക്ഷേത്രമായതും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുറേ സിദ്ധസ്വാമികൾ ഇവിടെ വന്ന് ദർശനം നടത്തിയതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള 2 സ്വാമികളുടെ ജീവൽ സമാധിയാണ് ഈ കാണുന്നത്. പല വർണ്ണങ്ങളാൽ മനോഹരമാക്കിയ ചുവർ ചിത്രങ്ങളും കൊത്തുപണികളും കൊണ്ട് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ക്ഷേത്രത്തിനുള്ളിലുള്ളത്. ഒരുപാട് പ്രതിഷ്ഠകളോട് കൂടിയ വലിയൊരു ക്ഷേത്രം തന്നെയാണിത്. ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനെ രംഗനാഥ സ്വാമിയായും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ലക്ഷ്മിയെ രംഗനായികയായും ആരാധിക്കുന്നു. വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ 108 അഭിമാന ക്ഷേത്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നു. കൂടാതെ കോയമ്പത്തൂരിലെ പഞ്ചരംഗ ക്ഷേത്രങ്ങളിലൊന്നായും ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നു. പഴനി പോലുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയായി നടത്തുന്ന സിറപ്പ് പൂജ ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെയും നടത്തപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അറിഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ എത്തി ദർശനം നടത്തി മടങ്ങുന്നു. ഈ ക്ഷേത്രത്തിന് വിശാലമായൊരു ഊട്ടുപുരയുണ്ട്. ഈ ക്ഷേത്ര സന്ദർശനത്തിന് എത്തുന്ന എല്ലാവർക്കും 365 ദിവസവും ഇവിടെ അന്നദാനം നൽകുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഒരുപാട് വിഭവങ്ങളൊന്നുമില്ലെങ്കിലും ഇവിടെ വരുന്നവർക്കൊക്കെ ഭഗവാന്റെ പ്രസാദം കഴിച്ചു മടങ്ങാം. ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരുടെ ആരാധനാലയത്തിൽ ദർശനം നടത്തി മടങ്ങുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം തന്നെയാണ്. പുതിയൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.